ലെബനനിൽ കനത്ത വ്യോമാക്രമണം തുടരുന്നതിനിടയിൽ സിറിയയിലും വലിയ വ്യോമാക്രമണം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലും ആക്രമണം ഉണ്ടാകുമെന്ന് IDF അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ലെബനനുമായി ചേർന്ന് കിടക്കുന്ന സിറിയയുടെ പ്രധാന പട്ടണമായ അൽ ഖുസൈറിലാണ് കനത്ത വ്യോമാക്രമണം നടന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞിരുന്നു സിറിയ വഴിയാണ് ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ ആയുധങ്ങൾ കൈമാറുന്നത്. അതിൽ പ്രധാന ഭാഗം ഈ ലെബനനുമായി ചേർന്ന് കിടക്കുന്ന സിറിയൻ നഗരങ്ങൾ തന്നെയാണ്. അവിടെ കനത്ത ആക്രമണം തങ്ങൾ അഴിച്ചുവിടുമെന്ന് പറഞ്ഞിരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കനത്ത വ്യോമാക്രമണം നടന്നതായി സിറിയൻ മാധ്യമങ്ങളും ഒപ്പം അറബ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലെ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഉള്ള റിപ്പോർട്ടുകളൊന്നും പുറത്ത് വന്നിട്ടുമില്ല. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഹിസ്ബുള്ള മരിച്ചതിന് അനുകൂലിച്ചുകൊണ്ട് സിറിയയിൽ വലിയ നൃത്തവും മറ്റുമൊക്കെ നടന്നിരുന്നു. കാരണം സിറിയയിൽ ഈ ഹിസ്ബുള്ള പിടിമുറുക്കിയതിനെതിരെ ഒരു വലിയ വിഭാഗം എതിർപ്പുമായി രംഗത്തുണ്ട്. അവരായിരുന്നു ഹിസ്ബുള്ളയുടെ മരണത്തിൽ ആഹ്ലാദം പിടിപ്പിച്ച് രംഗത്തെത്തിയത്. ഏതായാലും ഇപ്പോൾ ലെബനനിൽ ഒരു പോർമുഖം തുറന്ന ഇസ്രായേൽ ഇപ്പോൾ സിറിയയിലും മറ്റൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്. കാരണം വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണം കടുപ്പിച്ചേക്കുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ സ്വാഭാവികമായി ലെബനനിലും സിറിയയിലും ഒരേ സമയത്ത് ഏറ്റുമുട്ടൽ നടക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഹൂത്തി വിമതരുണ്ട്. ആ ഒരു രീതിയിലേക്കുള്ള ആക്രമണം ഒരുപക്ഷെ അമേരിക്ക ഏറ്റെടുക്കാനുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.